നെയ്യപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി വെള്ളത്തിൽ 6 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കുക. അത് കുതിർത്തിയതിന് ശേഷം നമ്മൾക്ക് അരിച്ചെടുക്കാം, വാർത്തെടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം എടുത്തിട്ട് ഒരു 3 അച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര പാനി ഉരുകിയതിന് ശേഷം മാറ്റി വെക്കാം. ശേഷം നമ്മൾ വാർത്തെടുത്ത പച്ചരി ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ ജീരകവും, ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 4 ഏലക്കായും ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം. ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാം. പിന്നെ എള്ളും കരിഞ്ജീരകവും 1/2 സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ രണ്ടും ചേർത്തിട്ടുണ്ട്. ശേഷം ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ അടിച്ചു വെച്ച പച്ചരി മിക്സ് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. സ്ലോലി നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനി കൂടിയുള്ള പച്ചരിയാണ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോഴാണ് നെയ്യപ്പം കൂടുതൽ സോഫ്റ്റായി വരിക. ശേഷം നമുക്ക് നെയ്യപ്പം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിക്കാം. പിന്നെ കുറച്ച് തേങ്ങയും നെയ്യിൽ വഴറ്റിയെടുക്കാം. തേങ്ങയും നെയ്യും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് നെയ്യപ്പം മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാനായി ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ ഓരോ കയ്യിലെടുത്ത് ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഈ ചൂടെണ്ണ നെയ്യപ്പം മുകളിൽ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി സോഫ്റ്റ് നെയ്യപ്പം റെഡിയാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. രണ്ട് സൈഡും മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മാറ്റാം.